നമ്മളുള്ളത് പത്തനാപുരം KSRTC ഡിപ്പോയിലാണ്. ഇപ്പോൾ KSRTC ഡിപ്പോയിൽ ഒരു പ്രൈവറ്റ് ബസ് കയറി കിടപ്പുണ്ട്. ഇവിടെ പ്രൈവറ്റ് ബസ്സിന് എന്താ കാര്യം? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? എന്തൊക്കെയാ? എന്താ പറ, എനിക്കറിയില്ല. നീ എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? പറഞ്ഞൂടെ. ഹായ്, എല്ലാവർക്കും ബിജനബർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ KSRTC ബസ് സ്റ്റാൻഡിൽ എന്താണ് പ്രൈവറ്റ് ബസ്സിന് കാര്യം എന്നുള്ളത് നിങ്ങളൊക്കെ സംശയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ നീണ്ടു നോക്കുകയാണെങ്കിൽ KSRTC ബ്രാൻഡ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ഓർഡിനറി ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ ഞാനിത് ഫോട്ടോ ഇട്ട സമയത്ത് പലരും പറഞ്ഞു ഫേക്കാണെന്ന് പറഞ്ഞു, പലർക്കും പല സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് ടാറ്റയുടെ ഒരു ട്രയൽ ബസ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഡിനറി ബസ്. അതുപോലെ ഐഷർ കമ്പനി KSRTC കൊടുത്തിരിക്കുന്ന ഒരു ട്രയൽ ബസ്സാണ് എൻ്റെ ഈ പുറയിൽ കാണുന്നത്. അതിൻ്റെ നമ്പർ നോക്കി കാണാം, KL 84 ആണ്, കൊണ്ടോടി രജിസ്ട്രേഷനിലെ നമ്പർ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകരയ്ക്ക് സർവീസ് നടത്തിയിരുന്ന അൽ ഖുദ്ദൂസ് എന്ന ബസ്സാണ് ഇപ്പം ഐഷർ കമ്പനി KSRTCക്ക് വേണ്ടി ട്രയലിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ KSRTC ഡിപ്പോയിൽ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ബസ് കിടക്കുന്നതാണ് പെട്ടെന്ന് പിടിച്ചെടുത്ത ബസ്സാണെന്ന് തോന്നും ആൾക്കാർക്ക്. അപ്പോൾ ഇതിൽ KSRTCയുടെ പേര് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. അൽ ഖുദ്സ് എന്നുള്ള പേര് താഴെ ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ടാണ് KSRTC എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഈ ബസ് അൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. മുഹബത്ത് എന്ന പേര് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഈ ഒരു ബസ് മനസ്സിലാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിലായിട്ട് ഓർഡിനറിയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്പർ വരുന്നത് KL 84B 4916 എന്നുള്ളതാണ്. ഈ ഓപ്പണിംഗ് ഗ്രില്ലിനകത്ത് ഐഷറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലക്കാടുള്ള കൃഷ്ണ കൊച്ചാണ് ഈ ഒരു ബസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഐഷർ 2075 ചേസിലാണ് ഈ ഒരു ബസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ സൈഡ് ലുക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഓർഡിനറി കളർ കോഡുള്ള വണ്ടിയാണ്. അതിനകത്തായിട്ട് ഇവിടെ KSRTCയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് KSRTC എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്റ്റിക്കറിങ്ങാണ് KSRTC കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ മുകളിലുള്ള റൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഐഷർ കമ്പനിയും അൽ ഖുദ്സ് ഗ്രൂപ്പുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിലാണ് ഈ ഒരു വണ്ടി ഇവർക്ക് KSRTCക്ക് ട്രയൽ റണ്ണിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്ക് ലുക്കിലൊക്കെ നോക്കിയാൽ ബാക്ക് ഗ്ലാസ്സിലായിട്ടും KSRTCയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൂട്ട് ബോർഡ് അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. കൂളിംഗ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത്ര അധികം ക്ലിയർ അല്ല റൂട്ട് ബോർഡ് ബാക്കിലെ. അതുപോലെ ക്വാർട്ടർ ഗ്ലാസ്സിലായിട്ട് KSRTCയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഓർഡിനറിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഐഷർ ട്രയൽ ബസ്സിൻ്റെ ക്യാബിൻ്റെ ലുക്ക്. ഐഷറിൻ്റെ സ്റ്റിയറിംഗ് വീല് കാണാം, ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. അപ്പോൾ മുഹബത്ത് ടീം ഡാഷ്ബോർഡായിട്ട് ഫുള്ള് ഗ്രാസിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ മുകളിലായിട്ട് സ്ലൈഡിങ് ക്യാബിനുണ്ട്, മിറർ വരുന്നുണ്ട്, ഫാന്, സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ. നമ്മൾ പ്രൈവറ്റ് ബസ് പറ്റിയാൽ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഡോറിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, ഹോണ്, പവർ സ്വിച്ച്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ ഇത് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഗിയർ ലിവർ വരുന്നുണ്ട്. ഇതിൻ്റെ ബോണറ്റ് ഏരിയ ഫുള്ള് കുഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ബോണറ്റ് ഏരിയ ആണ്. ഒരു വണ്ടിക്ക് ഫുള്ള് CCTV ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി കാണാം, അവിടെ ഇൻറ്റീരിയർ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. അവരിവിടെ എയർ വെന്റിലേഷൻ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുണ്ട്, ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാം. സൈഡ് ഫുള്ളായിട്ടൊരു സ്റ്റീലിൻ്റെ വർക്കും സെൻട്രലായിട്ടൊരു റെഡ് ICP വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തൊട്ട് താഴെ വരെ ഫുള്ളായിട്ട് ക്രോം പ്ലേറ്റിലാണ് ചെയ്തിട്ടുള്ളത്. 28 ആണ് ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ എടുത്ത ടാറ്റയുടെ വണ്ടി മാർക്കോപോളോ കമ്പനി ബിൽറ്റ് വണ്ടിയാണെങ്കിൽ, ഇത് ഐഷറിൻ്റെ വണ്ടി പുറത്തുനിന്നുള്ളൊരു ബോഡി ബിൽഡ് ചെയ്ത വണ്ടി വേണമെന്ന് KSRTC റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഇങ്ങനൊരു ബസ് ഇറക്കി കൊടുത്തിട്ടുള്ളത് ഐഷർ. ബാക്കിൽ ഫുൾ ലെങ്ത്ത് രണ്ട് സൈഡിൽ ഡബിൾ സീറ്റ് ആണെങ്കിൽ സെൻറ്ററിലൊരു
വീതി കൂടെ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിലൂടെ എമർജൻസി എക്സിറ്റ് ഡോറുണ്ട്. ക്യാമറകളൊക്കെ ഫുള്ളായിട്ട് ഇതിൻ്റെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ബാക്ക് വ്യൂ, ഇൻറ്റീരിയർ വ്യൂ, അതുപോലെ എയർ ഡോർസ് കാര്യങ്ങളതിൻ്റെ സ്വിച്ച്, അതുപോലെ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ബെർത്ത് വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ബെർത്ത്. അതുപോലെ ക്യാബിൻ സെപ്പറേഷനിലായിട്ട് അവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ അവിടെ എടുത്ത് വെക്കുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ പ്രൈവറ്റ് ഇത് ഓർഡിനറി പെർമിറ്റിൽ ഓടിക്കുന്നതുകൊണ്ട് തന്നെ സെൻട്രലൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് കൊടുത്തിട്ടുണ്ട്. കമ്പനി ബിൽറ്റ് വരുമ്പോൾ വണ്ടിക്ക് ഇത്ര ഒരു വീതി ഉണ്ടാവില്ല. പുറത്തുനിന്നുള്ള ബിൽറ്റ് ആയതുകൊണ്ട് തന്നെ സെൻട്രലിൽ നല്ല വീതിക്കാണ് കൃഷ്ണ കോച്ചി വണ്ടി ചെയ്തിട്ടുള്ളത്. സീറ്റുകളാണെങ്കിലും അത്യാവശ്യം നല്ല ഇരിക്കാനുള്ള വീതിയും കാര്യങ്ങളുള്ള സീറ്റുകളാണ്. അതുപോലെ ക്വാർട്ടർ ഗ്ലാസ്സിലൂടെ ആയിട്ട് ഇതാ കർട്ടൻസ് കൊടുത്തിട്ടുണ്ടല്ലേ, നല്ല ഭംഗിക്ക് 2 സൈഡിലായിട്ടും കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ടൊരു ഫുൾ ലെങ്ത്ത് കർട്ടന് 2 സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ 1 മാസത്തേക്കാണ് KSRTC ഐഷറിൻ്റെ നിന്ന് ഈ ഒരു ട്രയൽ ബസ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇത് ഓടിയിട്ട് റൂട്ടിൽ ഓടിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് അവർ ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷമാണ് KSRTC പിന്നെ ഐഷർ വാങ്ങണോ ടാറ്റ വാങ്ങണോ അതുപോലെ ലേലൻഡ് വാങ്ങണോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഒരു റണ്ണിങ് വീഡിയോ നമുക്ക് ഇന്നിപ്പം ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച ഇത് വണ്ടി ഓടി തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ഓടി തുടങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ റണ്ണിങ് വീഡിയോസ് അതുപോലെ യാത്രക്കാരുടെ പ്രതികരണങ്ങളൊക്കെ അടങ്ങിയൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പം വണ്ടി വന്നപ്പം നിങ്ങൾ കുറേ പേര് വണ്ടി ഇത് KSRTC സ്റ്റിക്കർ അടിച്ചപ്പോൾ ഫേക്കാണെന്നൊക്കെ കുറേ പേര് പറഞ്ഞുകൊണ്ട് ഞാനത് നിങ്ങൾക്കൊന്ന് ഈ വഴി വന്നപ്പം പത്തനാപുരത്തിൽ പോയെന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.